ശ്രീത് പണിക്കർ ഇപ്പോൾ 1, 2, 3, 4, 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി NIAക്ക് പോയിരിക്കുന്നത്. BJP നേതാവ് മിനി കൃഷ്ണകുമാറാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്. BJP പക്ഷേ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ല. അവരുടെ ഒരു വ്യക്തിപരമായ താല്പര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ചർച്ചയിൽ പോലും BJP ഞങ്ങളുടെ പ്രതിനിധിയെ വിടുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ശ്രീത് പണിക്കർ, 1, ഡിഫമേഷൻ ഓഫ് പബ്ലിക് ഫിഗേഴ്സ്, സെക്ഷൻ 500 IPC. 2, പ്രൊമോട്ടിംഗ് enmity between different groups on grounds of religion, race, place of birth, residence, language, etc. Section 153A. Statements conducing to public mischief. Use of caste-based slurs and promoting caste discrimination. Misuse of digital platforms to incite violence or hatred എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും താങ്കൾ യോജിക്കുന്നുണ്ടോ ഇങ്ങനെ പരാതി പോകുമ്പോൾ? മഞ്ജുഷ്, ഇത് വളരെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ പരിധി എവിടെ വരെയാണ്, അത് എവിടെ വെച്ചിട്ടാണ് അബ്യൂസായിട്ട് മാറുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തിൻ ലൈനാണ് ഇതിനെ രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ തിൻ ലൈൻ എത്രയാണ്, ഏത് അളവ് വരെയാണ് എന്നുള്ളത് വളരെ കോഷൻ എക്സസൈസ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പബ്ലിക് ഫിഗർ ചെയ്യേണ്ടുന്ന കാര്യം. അത് അൺഫോർച്ചുനേറ്റ്ലി രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം വേടനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വേടന് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വേടൻ്റെ തന്നെ ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൃതികളിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവുമാണ് എന്ന് വാദിക്കാവുന്നതും എന്നാൽ അത് വിദ്വേഷം വളർത്തുന്നതാണ് എന്ന് വാദിക്കാവുന്നതുമായിട്ടുള്ള സ്കോപ്പുള്ള പരാമർശങ്ങളാണ് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ വേടനെതിരെയുള്ള ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന പരാതി, അതിനെ ഐസൊലേഷനിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, വിമർശനമാണോ അധിക്ഷേപമാണോ? രണ്ടും രണ്ടായിട്ട് കാണണമെന്നാണോ? വിമർശിക്കുന്നതിൽ തെറ്റില്ല, അധിക്ഷേപിക്കരുത് എന്നുള്ളത്. നിശ്ചയമായും ഏതൊരു വ്യക്തിയും വിമർശനത്തിന് വിധേയനാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉൾപ്പെടെ നമ്മുടെ ഭരണഘടന പോലും വിമർശന വിധേയമാണ് എന്ന് തന്നെയാണ് നമ്മുടെ നാഷണൽ ഓണേഴ്സിനെ ഇൻസൾട്ട് ചെയ്യരുത് എന്ന് പറയുന്ന ആക്ടിൽ തന്നെ പറയുന്നത്. നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെല്ലാം തന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ നമുക്കതിനെ ക്രിയേറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനെ അവഹേളിക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ദേശീയ പതാകയെ വെട്ടിക്കീറുന്നതിനോ കത്തിക്കുന്നതിനോ ഒന്നും പാടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നതിന് യാതൊരു വിധത്തിലുള്ള വിലക്കുമില്ല എന്നുള്ളത് ആ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് എവിടെയാണ് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന സമയത്ത്, ഒരു പ്രവൃത്തിയല്ലല്ലോ, വാക്കുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ പറയുന്ന സമയത്ത് ഇതിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണ് എന്നുള്ളത് അലിഞ്ഞലിഞ്ഞില്ലാതെയാകുന്നതാണ്. അഥവാ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കപട ദേശീയവാദി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ആൾക്കാർക്ക് എന്ത് പറയാം? വേടൻ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരത്തിലൂടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയുന്നത് എന്നും വേടൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അടക്കം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നും ആൾക്കാർക്ക് വേണമെങ്കിൽ വാദിക്കാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള അശോക് ഗെഹ്ലോട്ട് നരേന്ദ്രമോദിയെ ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ച് അദ്ദേഹം അടയാളപ്പെടുത്താനായിട്ട് ശ്രമിച്ചത്. സ്യൂഡോ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുന്നത് സ്യൂഡോ നാഷണലിസമാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മലയാളം എന്താണ്? കപട ദേശീയത എന്നതാണ്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതന്നൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് മാത്രമാണ് അത് കണ്ടത്. മാധ്യമങ്ങളടക്കം അത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് കണ്ടു. BJP പോലും അതിനെ വന്ന് വലിയ കാര്യമായിട്ട് കരുതിയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ വേടൻ അത് പറയുന്ന സമയത്ത് രാഷ്ട്രീയ ആരോപണമായിട്ട് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. പക്ഷെ അതല്ല എങ്കിൽ ഒരു ഹൈ ഓഫീസിനെ അപമാനിക്കുകയാണ് എന്ന രീതിയിലേക്ക് തോന്നാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു, എനിക്ക് തോന്നുന്നു BJP ആ രീതിയിൽ തന്നെ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം BJP ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. വേടനെ ഈ രീതിയിൽ വിമർശിക്കുവാൻ BJP ഉദ്ദേശിക്കുന്നുമില്ല. ഇതിപ്പോൾ മിനി കൃഷ്ണകുമാറിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെ ഒരു കാരണം അവർക്കതിൽ വിമർശനമുണ്ട് എങ്കിൽ അവർക്കതിൽ വേടൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈ ഓഫീസിനെ നിന്ദിക്കുകയാണ് എന്നൊരു അഭിപ്രായം BJPക്ക് ഉണ്ട് എങ്കിൽ ആ അഭിപ്രായം അവർ മറച്ചു വെക്കേണ്ടുന്ന കാര്യമില്ല, അതിനെക്കുറിച്ച് അവർ സംസാരിക്കാതിരിക്കേണ്ടുന്ന കാര്യമില്ല. പക്ഷെ അങ്ങനെ അവർ സംസാരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേടനോട് ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ആവിഷ്കാരമാണ്, അദ്ദേഹത്തിൻ്റെ കലയാണ്, അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടാകും. ഇതെല്ലാം സ്വാതന്ത്ര്യമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ജാതി പരാമർശം ഉണ്ടാകുമ്പോൾ ഇവിടെ ഉണ്ടായൊരു ചർച്ചയുണ്ട്. സോഷ്യൽ ഡിവൈഡ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കലയിലൂടെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു കാര്യം. കാരണം നമ്മൾ പലപ്പോഴും ദളിത് വിഭാഗം അല്ലെങ്കിൽ നിയമപരമായി പ്രൊട്ടക്ഷനുള്ള വിഭാഗത്തിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അത് പറയും. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു കലാവിഷ്കാരത്തിൽ മറ്റുള്ള വിഭാഗങ്ങളിൽ, അതായത് ദളിത് ഇതര വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ അവഹേളിക്കുന്നതോ അവരെ കളിയാക്കുന്നതോ അവരെ നിന്ദിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ സെയിം ലൈറ്റിലോ സെയിം വെയിനിലോ നമ്മൾ കാണാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറില്ല. അപ്പോൾ ഇത് ഏകപക്ഷീയമാണോ? ഈ പൊളിറ്റിക്കൽ ഹേട്രഡ് എന്ന് പറയുന്നത് കലയുടെ ഒരു ഭാഗമാകേണ്ടതുണ്ടോ? അങ്ങനെ പൊളിറ്റിക്കൽ ഹേട്രഡ് സ്പ്രെഡ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതല്ലേ തുടങ്ങിയ ചോദ്യങ്ങളും ഇവിടെ പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ,
NR മധു, അദ്ദേഹം കേസരിയുടെ ആളാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിവാദമായിട്ടുള്ള കേസിനാസ്പദമായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു. വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമാണ് വേടൻ്റേത് എന്നോ മറ്റുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, വേണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിട്ട് കാണാം, അതിലൊരു അധിക്ഷേപമുണ്ട് എന്ന രീതിയിൽ കാണാം, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാത്ത ഒരു ആരോപണമുണ്ട് എന്ന് വേണമെങ്കിൽ കാണാം. അതായത് വളർന്നു വരുന്ന തലമുറയിലേക്ക് എങ്ങനെയാണ് വേടൻ വിഷം കുത്തിവെക്കുന്നത് എന്ന് വേണമെങ്കിൽ NR മധുവിനോട് ചോദിക്കാം. അത് കേസ് കൊടുക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ അത് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേടനോടും വേണമെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം, മോദി ഒരു കപട ദേശീയവാദിയാണ് എന്ന് നിങ്ങൾ കരുതുന്നതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കാം. കാരണം ഇതൊക്കെ ഒരാളിൻ്റെ പെർസെപ്ഷൻ്റെ ഭാഗമാണ്. അതല്ലാതെ ഇതൊന്ന് കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് എടുത്ത് കാണിച്ചതിന് ശേഷം പറയാനായിട്ട് കഴിയുന്ന കാര്യമല്ല. ഏതൊരു കാര്യത്തിനും കറുപ്പും വെളുപ്പും എന്ന് പറയുന്നത് പോലെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നത് പോലെ ഇതൊരു പെർസ്പെക്റ്റീവിൻ്റെ മാത്രം വിഷയമാണ്. ഞാനതുകൊണ്ട് കരുതുന്നത് ഇതിനെ BJP ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനം, മഞ്ജുഷ പറഞ്ഞതുപോലെ ഞാനും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഇതിനെ ഒരു വിവാദമാക്കേണ്ടതില്ല എന്നവർ കരുതുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് വേടൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പെടുന്നതാണ് എന്നവർ കരുതുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അത് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷനാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ അതേ കാര്യം തന്നെ തിരിച്ച് മറ്റുള്ള ആൾക്കാരോട് ഉണ്ടാകാൻ മറുപക്ഷത്തിനും സാധിക്കണം. അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അല്ല, മധുവിനെതിരെ കേസ് വന്നല്ലോ, മധുവിനെതിരെ കേസ് വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് മധുവിനെതിരെ കേസെടുക്കുമ്പോൾ മധുവിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ല, മധുവിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, അത് അവഹേളനമാണ്, അതുകൊണ്ട് അത് കേസെടുക്കാം എന്ന് വാദിക്കുന്ന ആൾക്കാർ ഒരിക്കലും വേടൻ്റേത് പൂർണ്ണമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്നും അതിൽ കേസെടുക്കാൻ പാടില്ല എന്നും വാദിക്കാൻ പാടില്ല. അതിൽ കേസെടുക്കാമെങ്കിൽ ഇതിലും കേസെടുക്കാം, അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിൽ മറ്റേതും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് എന്ന നിലയ്ക്ക് ഒരുപക്ഷെ കാണാനുള്ള ഒരു മെച്യൂരിറ്റി ആൾക്കാർക്ക് ഉണ്ടാകണം. അത് ഉണ്ടാകാതെ വരുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ ഡിവൈഡ് എന്ന് പറയുന്നതോ ഒരു പൊളിറ്റിക്കൽ ഹേട്രഡ് എന്ന് പറയുന്നത്. വേടന്റെ കാര്യത്തിൽ ഇത് പുതിയൊരു എപ്പിസോഡാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി സ്റ്റേജിൽ, അത് 5 വർഷം മുൻപ് നടന്ന സംഭവമാണ്, അതിപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയുമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമല്ലോ. താങ്കൾ പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ വേടനെ അനുകൂലിക്കുകയാണ്. പക്ഷേ ഇത് തുടക്കമിട്ടത് വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സമയം മുതലാണ്. അതിനുശേഷം പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി വേടന്റെ തിരിച്ചുവരവും കണ്ടു സ്റ്റേജിലേക്ക് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അത് പക്ഷേ പൊതുസമൂഹം നൽകുന്ന അംഗീകാരം, പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നൽകുന്ന അംഗീകാരം, അതിനൊപ്പമാണോ താങ്കൾ? നിശ്ചയമായിട്ടുമല്ല. കാരണം നമ്മൾ എല്ലായ്പ്പോഴും പറയും, നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളത് തിരുത്തി വന്നതിന് ശേഷമാണ് ഒരു സമൂഹം ആ ആളിനോട് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ ഏതൊരു ക്രൈം ചെയ്യുന്നയാളും ആ ക്രൈം ചെയ്യുന്നത് ഞാൻ തെറ്റാണ് എന്ന് തിരിച്ചറിയുന്നു. എപ്പോൾ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിയമപാലകർ പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടതിയുടെ വിധി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ രക്ഷപ്പെടാനാവാത്ത വിധം ട്രാപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് ആൾക്കാർ പറയും ഇത് ഞാൻ ചെയ്തതാണ് എന്ന്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ആ 3.5 വയസ്സ് 4 വയസ്സ് പ്രായം വരുന്ന ആ കുട്ടിയുടെ കൊലപാതകത്തിൽ പോലും പിടിക്കപ്പെടുമ്പോഴാണ് കുറ്റസമ്മതം ഉണ്ടാകുന്നത്, അതല്ലാത്ത സമയത്ത് ഉണ്ടാകുന്നില്ല. വേടന്റെ കാര്യത്തിൽ വേടൻ ഒരുപക്ഷെ നിരന്തരം കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളായിരുന്നിരിക്കാം. അദ്ദേഹത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത് ഇത് തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്ന്. അതല്ലാത്ത സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുന്ന സമയത്ത് ഒരാളിനുണ്ടാകുന്ന റിയലൈസേഷൻ അല്ല ഒരു സമൂഹത്തിന് ആവശ്യമുള്ളത്, മറിച്ച് അതിനൊരു കറക്റ്റീവ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം ട്രയൽ ഫേസ് ചെയ്യട്ടെ, അതുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കട്ടെ, എന്നിട്ട് അദ്ദേഹത്തിന് ചികിത്സയോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ അതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എങ്കിൽ അതെല്ലാം തന്നെ അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരണം. നമുക്കൊരിക്കലും ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തിൽ നമുക്ക് കാത്തിരുന്നതിന് ശേഷം അദ്ദേഹം മാറി വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാം എന്നൊരു സമീപനമെടുക്കുകയും, വേടന്റെ കാര്യത്തിൽ അത് പറ്റില്ല, ജാതീയമായിട്ടുള്ള കാരണങ്ങളാൽ സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളാൽ വേടനെ ഉടനെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നൊന്നും പറയേണ്ടത് കാര്യമില്ല. അതിന് ഒരേ അപ്രോച്ചേ ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന് തുടർച്ചയായിട്ട് പിന്നീട് വേദികൾ നൽകിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ചെയ്തിരിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പെടുന്ന ആൾക്കാരെ ഉടനെ തന്നെ ഇങ്ങനെ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ മുമ്പ് വിവാദമുണ്ടായിട്ടുണ്ടല്ലോ, സർക്കാരുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ പല ചടങ്ങുകളിലേക്കും പല ആൾക്കാരെയും ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ, വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവർക്കെതിരെയൊക്കെ തന്നെ സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള കേസുകൾ നിലനിന്നിരുന്ന സമയത്ത് പല ആൾക്കാരെയും സഹകരിപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപം ഉണ്ടായിട്ടില്ലേ? അനുരാഗ് കശ്യപ് ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ വന്നതിന് ശേഷം അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ തരത്തിലുള്ള അപ്രോച്ചേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം സബ്ജക്ട് ടു ട്രയലാണ്, സബ്ജക്ട് ടു ഫൈനൽ വെർഡിക്റ്റ് ആണ്, ഒക്കെ ശരിയാണ്. പക്ഷേ വേടൻ തന്നെ പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് അദ്ദേഹം സമ്മതിച്ച കാര്യമാണ് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് എന്ന്.